ഡോക്ടർ മോഹൻ വർഗീസ്, സമാധാനത്തിന് നോബൽ സമ്മാനം ഏറ്റുവാങ്ങിയ ഡോക്ടർ മുഹമ്മദ് യൂനുസാണ് ഇപ്പോൾ അവിടുത്തെ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്നത് കേട്ടോ. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കളിപ്പാവയായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്താണ് ഇതിനൊക്കെ ഒരു ആശ്വാസം അല്ലെങ്കിൽ അറുതി എന്നുണ്ടാവും? വിധി വൈപരീത്യം എന്നേ പറയാനുള്ളൂ. അദ്ദേഹം പ്രവാസത്തിലായിരുന്നു. സമാധാനത്തിന് നോബൽ സമ്മാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നത് കുറച്ചുകൂടി വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ധാക്കയിലെത്തിയതും. താനൊരു രാജ്യത്തിൻ്റെ കുഴിഞ്ഞു മറഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ വന്ന് ശാന്തത ഉണ്ടാക്കാമെന്ന നല്ലുദ്ദേശത്തിൽ വന്നതാണ്. പക്ഷേ അവിടെ കണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അദ്ദേഹം ലീവ് ചെയ്തപ്പോഴുണ്ടായ ബംഗ്ലാദേശ് അല്ല, അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ കാണുന്ന ബംഗ്ലാദേശ്. അവിടെ ഒരു വിഭജനത്തിൻ്റെ, ഡിവൈഡിൻ്റെ, ഹെയ്റ്റിൻ്റെ അന്തരീക്ഷം ബംഗ്ലാദേശിൽ സംജാതമാകുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രക്ചറൽ വയലൻസിൻ്റെ ഒരു അന്തരീക്ഷം. ഇവിടെ നോക്കൂ, നമ്മളിവിടെ ബംഗ്ലാദേശ് ഒന്ന് കേന്ദ്രീകരിക്കുമ്പോൾ ഭാരതത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ബംഗ്ലാദേശിനെ കാണാൻ ശ്രമിക്കുന്നത്. വി ഡോണ്ട് ആക്ച്വലി വാണ്ട് എ ട്രബിൾഡ് നെയ്ബർഹുഡ്. അപ്പോൾ അത് പാകിസ്ഥാനാണെങ്കിലും ശരി, ബംഗ്ലാദേശ് ആണെങ്കിലും ശരി, ശ്രീലങ്ക ആണെങ്കിലും ഈവൻ മാലദ്വീപ് ആണെങ്കിലും ശരി, ഒരു ട്രബിൾഡ് നെയ്ബർഹുഡിൽ എക്സിസ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരു സ്ട്രാറ്റജിക് പോയിന്റിലാണ് ബംഗ്ലാദേശ് കിടക്കുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ സബ് കോണ്ടിനെൻ്റൽ ഇന്ത്യ, അതിന് മധ്യേയുള്ള ഭാഗം. അപ്പോൾ അവിടെ അസ്ഥിരമാവുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന അസ്ഥിരത, ന്യൂനപക്ഷ പീഡനമായിക്കൊള്ളട്ടെ, ജനസൈഡ് ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, വലിയ തോതിലാണ് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് മുൻകാലങ്ങളിൽ 1972 ഉൾപ്പെടെ പ്രവേശിച്ചത്. അത് ബംഗാളിൻ്റെ ഡെമോഗ്രാഫിക്, പ്രത്യേകിച്ച് നമ്മുടെ പശ്ചിമ ബംഗാളിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് മാറുന്നത് കണ്ടു. ജാർഖണ്ഡിൽ പോലും അതൊരു നറേറ്റീവായി ഒരു പാർട്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ബാലൻസ് മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കടന്നു വരുന്നത്, അഭയാർത്ഥികളായി കടന്നു വരുന്നത് ഹിന്ദുക്കൾ മാത്രമായിരിക്കില്ല എന്നോർക്കണം, മുസ്ലിങ്ങളും ഹിന്ദുക്കളുമാണ് കടന്നു വരുന്നത് എന്നോർക്കണം. ഒരു വിഭാഗത്തിന് മാത്രമായി ആ ഫോറസ്റ്റ് ബോർഡേഴ്സ് നമുക്ക് തുറന്നു കൊടുക്കാനാവില്ല, എല്ലാവരും കടന്നു വരും. അതൊന്ന്. രണ്ട്, അസ്ഥിരമായിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിലേക്ക് വൈദേശിക ഇടപെടലുകൾ, പ്രത്യേകിച്ച് ചൈനയുടെ ഇടപെടൽ, അത് ഇപ്പോൾ തന്നെ ചിറ്റഗോങ് തുറമുഖത്തിന് വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം നൽകി ഒരു ഡെറ്റ് ട്രാപ്പ് ഡിപ്ലോമസി ചൈന അഡോപ്റ്റ് ചെയ്യുന്നു. അത് പാകിസ്ഥാൻ്റെ കാര്യത്തിലും ശ്രീലങ്കയുടെ കാര്യത്തിലും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും അത് ശരിയാണ്. അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിൽ നടന്ന ഭരണമാറ്റം, മുഹമ്മദ് യൂനുസ് വലിയ പ്രതീക്ഷയോടെ വന്നു. അദ്ദേഹം പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുന്നൊരു കാഴ്ച. വന്നതും ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം പിൻവലിച്ചല്ലോ അദ്ദേഹം. അത് പിൻവലിച്ചു. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട അതൊരു അവതാര ദൗത്യം അദ്ദേഹം നിർവഹിച്ചു എന്ന് പറയുന്നതാകും കുറച്ചുകൂടെ ശരി. അപ്പം അദ്ദേഹം വന്നു. അല്ലെങ്കിൽ യൂനുസിനെ കെട്ടിത്തോക്കും ഇവർ. യൂനുസ് സത്യം പറഞ്ഞാൽ നല്ല ഇൻറ്റൻഷന് തന്നെയാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻസിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു ആക്ഷേപവുമില്ല. പക്ഷെ അവിടെ കണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, അവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു വാക്കാണല്ലോ അവിടെ പ്രശ്നമുണ്ടാക്കിയത്. ഷെയ്ഖ് ഹസീന ഉപയോഗിച്ച ഒരു വാക്ക്, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഉണ്ടായ ഒരു ജൈവികമായ ഒരു പ്രക്ഷോഭമാണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ ഈ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടായി. ഷെയ്ഖ് ഹസീനയുടെ ഏതാണ്ട് ചെറിയ ധിക്കാര നടപടികളുണ്ട്. അപ്പം ഛാത്ര ദൾ എന്ന ചെറിയ ഒരു സംഘടന, അവർ ഉണ്ടാക്കിയ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ അവരെ ഷെയ്ഖ് ഹസീന വിളിച്ചത് റസാക്കേഴ്സ് എന്നാണ്. അപ്പോൾ ഈ റസാക്കർ എന്ന വാക്കിന് അന്നുണ്ടായ 71 ഒരു പരിപ്രേക്ഷ്യമല്ല 2024 അപ്പം ഞാനും റസാക്കർ എന്ന രീതിയിൽ എഴുതിയ ടീഷർട്ടും ധരിച്ചുകൊണ്ട് വളരെ വലിയ തോതിലാണ് ജനം തെരുവിലിറങ്ങിയത്. അത് പ്രോത്സാഹിപ്പിച്ചത് തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. അതെത്ര അല്ല എന്ന് പറഞ്ഞാലും ശരി, ഈ വിഷയം ആളിക്കത്തിച്ചതും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭം, അതൊരു ജനകീയ പ്രക്ഷോഭം, ജൈവികമായി ഉണ്ടായി വന്ന പ്രക്ഷോഭത്തിന് എരിവും പുളിയും തീയും പകർന്നു നൽകിയത് തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലാണ് എന്നത് നിഷ്പക്ഷമായിട്ട് പറയാൻ സാധിക്കും. അല്ലാതെ അത് പുറത്തു നിന്നുള്ള ഇടപെടലല്ല, ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ ഇടപെടലാണ്. അവിടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. അങ്ങനെയാണ് ആ ഭരണകൂടം മാറുന്നതും പുതിയ ഭരണകൂടം വരുന്നതും. അപ്പോൾ ഈ സ്റ്റെബിലൈസിങ് ഇഫക്റ്റ്, ഇപ്പോൾ ശ്രീലങ്കയിൽ വന്നത് നോക്കൂ. ശ്രീലങ്കയിൽ പുതിയൊരു ഭരണകൂടം വന്നു. ഒരു സ്റ്റെബിലൈസിങ് ഇഫക്റ്റാണ്. ലോകബാങ്കിൽ നിന്നും കടമെടുത്തുകൊണ്ട് ആ സാഹചര്യങ്ങൾ ക്രമപ്പെടുത്തുകയും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഈ അധികാരത്തിൽ വന്നവരൊന്നുമല്ല, ഒരു പുതിയ പാർട്ടി അധികാരത്തിൽ നമ്മൾ കണ്ടു. പാകിസ്ഥാനിൽ ആ പ്രക്രിയ നടക്കുന്നു.
പക്ഷേ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഒരു റാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിൻ്റെ റാഡിക്കലൈസേഷനാണ് നടക്കുന്നത്. അവിടെ ഒരു ചെറിയ വിഭാഗം മാത്രമായിരുന്നു റാഡിക്കൽ. ഇപ്പോഴത് വ്യാപകമായി ബംഗ്ലാദേശിനെ ഒരു റാഡിക്കൽ രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള സുരക്ഷാ ഭീഷണിയാണ്. അപ്പം അവിടെയാണ് ഭാരതത്തിന് ശ്രദ്ധ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. രണ്ട് രീതിയിലാണ്. ഒന്ന്, വിദേശത്തു നിന്ന് വരുന്ന ഇടപെടലുകൾ. രണ്ട്, ഇന്ത്യക്ക് നേരെ വരാൻ സാധ്യതയുള്ള അഭയാർത്ഥി വിഷയം. അതോടൊപ്പം തന്നെയാണ് സുരക്ഷാ ഭീഷണിയും. അതുകൊണ്ട് തന്നെ ഈ വിഷയം ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ നമുക്കാവില്ല. ഒരു ഹൈന്ദവരുടെ ഒരു ജനസൈഡ് അത് എതിർക്കപ്പെടേണ്ടതാണ്. ലോക മനസാക്ഷി ഉണരേണ്ടതാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ശ്രീ അനിൽ. യെസ്.